നമസ്കാരം. സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാനത്തിനുള്ള മുഖ്യമന്ത്രിയല്ല, മറിച്ച് ഗവർണറാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് UGC 2018 നിയമം പരിഷ്കരിച്ചുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതോടൊപ്പം തന്നെ ഗവർണർ പറഞ്ഞ കാര്യമുണ്ട്. അതായത് സർവകലാശാലയിൽ VC അറിയാതെ ഒരു നടപടിയും സിൻഡിക്കേറ്റ് അംഗങ്ങൾ എടുക്കരുതെന്നും അതോടൊപ്പം തന്നെ എല്ലാ നടപടികളും സർവകലാശാല ചാൻസലറെയോ അല്ലെങ്കിൽ രാജ്ഭവനെയോ നേരിട്ട് അറിയിക്കണമെന്നൊരു ഉത്തരവ് നൽകിയുണ്ടായി. പക്ഷെ ഇതെല്ലാം വിപരീതമായിട്ടാണ് സർക്കാർ ചെയ്തത്. സർവകലാശാലയുടെയും അതോടൊപ്പം തന്നെ സെനറ്റ് യോഗത്തിൽ താൻ പങ്കെടുക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കി. സാങ്കേതിക സർവകലാശാലയിൽ വമ്പൻ അഴിമതിയും ധൂർത്തും കണ്ടെത്തി CAG റിപ്പോർട്ട് അടുത്ത ദിവസമാണ് പുറത്തു വന്നത്. പരീക്ഷാ നടത്തിപ്പിനുള്ള സോഫ്റ്റ്വെയറിംഗ് സ്വകാര്യ കമ്പനിക്ക് വർഷം തോറും 7 കോടി രൂപ നൽകുന്നത് വന്നതോടെയാണ് അന്വേഷണത്തിന് രാജ്ഭവൻ തന്നെ ഉത്തരവിട്ടത്. സിൻഡിക്കേറ്റ് യോഗം കൂടുമ്പോൾ അത് ഗവർണറെ അറിയിക്കണമെന്ന് ഒരു ചട്ടം ഗവർണർ തന്നെയാണ് അധികാരമേറ്റപ്പോൾ പറഞ്ഞത്. എന്നാൽ VCയുടെ അനുമതിയൊന്നും ഇല്ലാതെ നടന്ന സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കി നേരിട്ട് ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് സാങ്കേതിക സർവകലാശാല. അത് റദ്ദാക്കാൻ ഗവർണർ ഉത്തരവ് നൽകുകയുണ്ടായി. VCയുടെ അജണ്ട ഇല്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ VCയും അംഗങ്ങളുമായി നടന്ന ഒരു വാഗ്വാദമുണ്ടായി. ഇതിനെ തുടർന്ന് വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടു. എന്നാൽ VCയുടെ അഭാവത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേരുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ VC റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. യോഗത്തിൽ പങ്കെടുത്തതിന് VC രജിസ്ട്രാറോട് വിശദീകരണം തേടിയിട്ടുണ്ട്. എന്നാൽ ഇതിന് മറുപടി നൽകാൻ രജിസ്ട്രാർ കൂട്ടാക്കിയില്ല. തുടർന്ന് എന്തായാലും VC ഇത് ഗവർണറെ അറിയിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കി ഉത്തരവിറക്കണമെന്ന് VCയുടെ ഉത്തരവ് പാലിക്കാൻ കഴിയില്ല എന്ന് രേഖാമൂലം VCക്ക് രജിസ്ട്രാർ മറുപടി നൽകുകയായിരുന്നു. തുടർന്ന് VC ഡോക്ടർ K ശിവപ്രസാദ് തന്നെ അനധികൃത സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിക്കൊണ്ട് നേരിട്ട് ഒരു ഉത്തരവിറക്കുകയായിരുന്നു. സിൻഡിക്കേറ്റിന്റെ അജണ്ട VCയുടെ അനുമതിയോട് കൂടി മാത്രമേ ചർച്ച ചെയ്യാൻ വ്യവസ്ഥയുള്ളൂ. എന്നാൽ സാങ്കേതിക സർവകലാശാലയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി സിൻഡിക്കേറ്റിന്റെ താല്പര്യം കണക്കിലെടുത്താണ് അജണ്ടകൾ തീരുമാനിക്കുന്നതെന്ന് ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഡോക്ടർ സിസ തോമസ് VC ആയി ചുമതലയേറ്റപ്പോൾ അതിൽ നിയന്ത്രണം നടപ്പാക്കിയത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു. അത് സിൻഡിക്കേറ്റ് അംഗങ്ങളും VCയുമായുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കലാശിച്ചിരുന്നു. സാങ്കേതിക സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളായിരിക്കുന്നത് മുഴുവൻ CPM പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ തോന്നുന്ന രീതിയിൽ അധ്യാപകരെ തിരികെ കിട്ടുന്നതും തോന്നുന്ന രീതിയിൽ സാങ്കേതിക സർവകലാശാലയിലെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതും വലിയ രീതിയിൽ VC അതായത് സിസ തോമസ് ഉൾപ്പെടെ കടിഞ്ഞാണിട്ടിരുന്നു. ഇത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നതോടെയാണ് തോന്നുന്ന രീതിയിൽ മീറ്റിംഗ് എല്ലാം വിളിച്ചു കൂട്ടിയത്. എന്തായാലും സാങ്കേതിക സർവകലാശാല VC സിസ തോമസ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പോവുകയാണ്. അതായത് സാങ്കേതിക സർവകലാശാലയിൽ നടക്കുന്ന മുഴുവൻ അഴിമതിയും തട്ടിപ്പുകളും സ്വജനപക്ഷപാതങ്ങളും സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തുന്ന ഓരോ അഴിമതി കഥകളും എല്ലാം തന്നെ അക്കമിട്ടായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് സർക്കാരും ഗവർണറും തമ്മിൽ പോവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.